വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ കൂനംകുരിശ് സത്യത്തിൻ്റെ അതൊരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ട് ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തോടനുബന്ധിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, കൂനംകുരിശ് സത്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മുടെ സഭയിലെ സാധാരണക്കാർക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ഈ കൂനംകുരിശ് സത്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മലങ്കര സഭയുടെ ആട്ടിൻകൂട്ടത്തെ പൂർണ്ണമായി നശിപ്പിക്കത്തക്കവണ്ണമുള്ള വിദേശ മേൽക്കോയ്മ ഉണ്ടായപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിശക്തമായൊരു തീരുമാനം നമ്മുടെ കാരണവന്മാരെടുത്ത ഒരു പുണ്യ സ്ഥലമാണിത്. അങ്ങനെ നമ്മുടെ കാരണവന്മാരൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ മലങ്കര സഭയിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിൻതലമുറക്കാരായി ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്കറിയാം. തീർച്ചയായും കൂനംകുരിശ് സത്യത്തിന് മലങ്കരയിൽ, കേരളത്തിൽ, ഭാരതത്തിൽ ആർക്കെങ്കിലും അത് അവകാശപ്പെടാൻ അർഹതയുണ്ടെങ്കിൽ ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇവിടെ ഒരു കുരിശിന്മേൽ വലിയ ആലാത്ത് കയറ് കെട്ടി അതിന്മേൽ തൊട്ടുകൊണ്ട് നമ്മുടെ കാരണവന്മാർ വിദേശ മേൽക്കോയ്മയെ തള്ളിപ്പറഞ്ഞ ഒരു ചരിത്ര സംഭവമുണ്ട്. ആ ചരിത്ര സംഭവത്തിൻ്റെ പ്രധാന കേന്ദ്രമാണിത്. ഇപ്പോഴ് കൂനംകുരിശ് സത്യത്തിൻ്റെ ഉടമസ്ഥത അവകാശപ്പെടുന്ന ധാരാളം ക്രിസ്തീയ സഭകൾ ഇവിടെ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് അവകാശപ്പെടാൻ മറ്റുള്ളവർക്ക് സാധിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സഭകളുടെയൊക്കെ ആസ്ഥാനമൊന്നും ഭാരതത്തിലുമല്ല, കേരളത്തിലുമല്ല, വിദേശ രാജ്യങ്ങളിലാണ്. വിദേശ രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളുടെ ഉടമസ്ഥതയിൽ കീഴിലുള്ള ഏതെങ്കിലും ഒരു സഭയ്ക്ക് കൂനംകുരിശ് സത്യത്തിൻ്റെ ഉടമസ്ഥത ഒരിക്കലും അവകാശപ്പെടാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധ 5-ാം മാർത്തോമ ഏറെ താമസിച്ചിട്ടുള്ള ഒരു ഇടമാണ് ഇവിടുത്തെ ദേവാലയം. ഈ ദേവാലയം ഇങ്ങനെ ആയിത്തീരുന്നതിന് മുമ്പുണ്ടായിരുന്ന ദേവാലയം. പരിശുദ്ധ ശാക്കള്ള ബാവ ഏറെ വർഷങ്ങൾ താമസിച്ച് ജീവിച്ച ഒരിടമാണിത്. അപ്പോൾ 350 വർഷക്കാലത്തെ ചരിത്രമുറങ്ങുന്ന ഒരിടം എന്ന് പറയുന്നത് അതത്ര നിസ്സാരമൊന്നുമല്ല. ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഗൗരവമായിട്ട് കാണാറില്ല. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരെ ഈ സഭയുടെ സത്യവിശ്വാസം നിലനിർത്താൻ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ വളരെ വളരെ വലുതാണ്. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി അത്രയും ഉണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഈ കേന്ദ്രം, ഈ തീർത്ഥാടന കേന്ദ്രം ഇവിടെ വളർന്ന് വികസിക്കുകയും ലോകത്തിൽ സകലരെയും ഇവിടെ ആകർഷിക്കത്തക്കവണ്ണമുള്ള ഒരു ആസ്ഥാനമായിട്ട് ഇത് രൂപപ്പെടുകയും വേണം. മറ്റത് പട്ടാഞ്ചേരി പള്ളി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫോർട്ട് കൊച്ചി പള്ളിയുടെ അധീനതയിലായിരുന്നു അത് നടത്തപ്പെട്ടിരുന്നത്. പള്ളി അത് പിന്നീട് സഭയെ ഏൽപ്പിച്ചു. സഭ അതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. സഭ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ അധ്വാനിച്ചു. നിങ്ങൾക്കറിയാവുന്ന പോലെ കുറേ ടെനൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒരുപാട് ധനസഹായം ചെയ്തും സ്നേഹത്തിലും അതുപോലെ തന്നെ വളരെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ അതെല്ലാം മാറ്റിയെടുത്തു. ഈ പൗരാണികമായൊരു കേന്ദ്രം നമ്മളിപ്പോൾ പണിതുയർത്തിയിരിക്കുകയാണ്. ഇവിടെ ആരാധനയും എല്ലാ ഞായറാഴ്ചയും നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ജീവചൈതന്യം, ഒരു ദൈവികമായ സാന്നിധ്യം ഒരു തരത്തിലും തടസ്സം കൂടാതെ ഉണ്ടാകുമ്പോൾ ദൈവം കൂടുതൽ ഈ തീർത്ഥാടന കേന്ദ്രത്തെ അനുഗ്രഹിക്കുകയും
ഇവിടെ നിന്ന് പുറപ്പെടുന്ന ദൈവികമായ ശബ്ദങ്ങളും ആരാധനകളും ദേശത്തിനും നാടിനും മലങ്കര സഭയ്ക്കും ഒരുപാട് ദൈവികമായ അനുഗ്രഹങ്ങൾ നൽകും. ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. ബുദ്ധി കൊണ്ട്, ധനം കൊണ്ട്, സമയം ഉപയോഗിച്ച്, സ്വാധീനം കൊണ്ട് ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു ആരാധനാ കേന്ദ്രം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് പുനരുദ്ധരിച്ച് ഇതിനൊരു പ്രത്യേക യുണീക്ക്നെസ് ഉണ്ട്, ഒരു അതുല്യത. നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ ദേവാലയം കണ്ടിട്ടുണ്ടോ? ദിസ് ഈസ് എ യുണീക്ക് ടെമ്പിൾ ഓർ യുണീക്ക് ചർച്ച് ഇൻ ദ വേൾഡ്. ലോകത്തിൽ എവിടെ ചെന്നാലും കുറെ ദേവാലയങ്ങളൊക്കെ പലർക്കും കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ ഇതേപോലെ നമ്മൾ കാണുകയില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. തിരുവിതാംകോട് ഒന്ന് ചെന്ന് നോക്ക്. തിരുവിതാംകോട് പള്ളി ആകെ അല്പമേ ഉള്ളൂ, ഒരു ചെറിയ മുറിക്കകം പോലെ ഉള്ളൂ. ആ ദേവാലയത്തെ പോലെ മറ്റൊരു ദേവാലയം ലോകത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഭിത്തികളെല്ലാം കരിങ്കല്ലാണ്. അതിന് ജനലയുമില്ല, വാതിലുമില്ല. അകത്തേക്ക് കടക്കണമെങ്കിൽ കുനിഞ്ഞ് വളരെ വിനയാന്വിതനായിട്ട് മാത്രമേ ദേവാലയത്തിൽ കടക്കാൻ ഒക്കുള്ളൂ. ദേവാലയത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അല്പം കുനിഞ്ഞ് ഒരു വിനയത്തിന്റെ ഭാവത്തിൽ പ്രവേശിക്കുന്നത് ദൈവാനുഗ്രഹം കൂടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് 10ഉം 2000ഉം അതുപോലെ തന്നെ 300ഉം 400ഉം വർഷങ്ങൾക്ക് മുൻപുള്ള ആരാധനാ കേന്ദ്രത്തിന്റെ അല്ലെ ആരാധനയുടെ ദേവാലയങ്ങളുടെ ഒക്കെ ആ തൽസ്ഥിതി ഒരുപക്ഷെ അതുപോലെ നമുക്ക് പുലർത്താൻ കഴിയുന്നില്ലെങ്കിലും പരമാവധി അതിനോട് നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറൊക്കെ ഇതിനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എല്ലാവരും അധ്വാനിക്കുകയും ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി സമയമായി. അതുകൊണ്ട് ഇവിടെ ആരാധന നടക്കാനാണ് ഇത് ഇത്രയും വേഗത്തിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ധാരാളം സമ്പത്തുള്ളൊരു സഭയായിരുന്നെങ്കിലേ ഇതിൻ്റെ പ്രാധാന്യം ലോകപ്രസിദ്ധമായി നിലനിൽക്കുമായിരുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പുറകിലായതുകൊണ്ടാണ് നമുക്കതൊന്നും സാധിക്കാത്തത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അധ്വാനവും തുടർന്നും ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.